Hello guys, guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വോഹിൻ und വോഹർ അത് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ്, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. ഇതിലൊക്കെ നമുക്ക് പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഈ വീഡിയോയിലൂടെ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും എപ്പോൾ എവിടെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ബിഗിൻ ഹൗ ടു മാസ്റ്റർ വോഹിൻ ആൻഡ് വോഹർ ഇൻ ദ ജർമ്മൻ ലാംഗ്വേജ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വോഹിൻ, വോഹർ എന്ന ജർമ്മൻ വാക്കുകളിൽ സംശയം തോന്നിയിട്ടുണ്ടോ? ഇവ മൂന്നും ഏകദേശം ഒരുപോലെ തോന്നാമെങ്കിലും ഇവ മൂന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ എവിടെയാണെന്ന്, എവിടേക്കാണ് പോകുന്നത്, എവിടെ നിന്നാണ് വരുന്നത് എന്നാണ്. നമുക്ക് ആവശ്യമായ ഉദാഹരണങ്ങളിലൂടെ ഇത് മനസ്സിലാക്കിയെടുക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വോഹിൻ ആൻഡ് വോഹർ, when to use each question word correctly and the real life examples. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വോഹിൻ ആൻഡ് വോഹർ. നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് വോ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ്. വോ മീൻസ് വെയർ, അതായത് എവിടെയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഇതിലൂടെ നമ്മൾ ചോദിക്കുന്നത് ഒരു ലൊക്കേഷനെ കുറിച്ചാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡിൽ നമ്മൾ മൂവ്മെന്റ് ഉദ്ദേശിക്കുന്നില്ല, അതായത് ഒരു സാധനം അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയാണ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ വെച്ച് ഉദ്ദേശിക്കുന്നത്. ദ ഫോളോവിംഗ് ഈസ് ആൻ എക്സാമ്പിൾ. വോ ബിസ്റ്റ് ദു മീൻസ് വേർ ആർ യു. ഇതിന് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും ഇഷ് ബിൻ ഇൻ ദർ ഷൂളെ, ഐ ആം അറ്റ് സ്കൂൾ. വോ എന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തുകൊണ്ട് വേർ ആർ യു എന്ന ചോദ്യത്തിന് ഞാൻ സ്കൂളിലാണ് എന്നാണ് ഇവിടെ ഉത്തരം നൽകിയിരിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് വോഹിൻ മീൻസ് വെയർ ടു. നീ എവിടേക്കാണ്. ഇവിടെ ഒരു മൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് ടു വേർ ഈസ് someone going. The following is an example. Wohin gehst du? Where are you going? Ich gehe in die Schule. I am going to school. വോഹിൻ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് നീ എവിടെ പോകുന്നു എന്ന ചോദ്യത്തിന് ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ ഉത്തരം നൽകിയിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ വോഹർ മീൻസ് വെയർ ഫ്രം, എവിടെ നിന്ന്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നറിയാനായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മീൻസ് ദ ഒറിജിൻ ഓർ സ്റ്റാർട്ടിംഗ് പോയിന്റ്. The example sentence is Woher kommst du? Where are you coming from? Ich komme aus der Schule. I am coming from the school. ഇപ്പോൾ വോഹിൻ und വോഹർ എന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. എവിടെയാണ്, എവിടേക്കാണ്, എവിടെ നിന്നാണ്, ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് വോഹിൻ മീൻസ് എവിടേക്ക് എന്ന ക്വസ്റ്റ്യൻ വേർഡ് വെച്ചുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നമ്മൾ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിരിക്കുന്നത് വോഹിൻ ഗേസ്റ്റ് ദു, വേർ ആർ യു ഗോയിങ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മൂവ്മെന്റും ഡെസ്റ്റിനേഷൻ പ്ലേസുമാണ്, എവിടേക്കാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. വോഹിൻ ഗേസ്റ്റ് ദു എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ തുടങ്ങുന്നത്? ഇഷ് ഗേ മീൻസ് ഐ ആം ഗോയിങ്. നമുക്കിത് നോക്കാം. ഇഷ് ഗേ ഇൻ ദി ഷൂളെ മീൻസ് ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഇഷ് ഗേ എന്ന് പറയുമ്പോൾ നമുക്ക് ഐ ഗോ എന്നോ ഐ ആം ഗോയിങ് എന്നോ മീൻ ചെയ്യാവുന്നതാണ്. ദ നെക്സ്റ്റ് വൺ ഇഷ് ഗേ സുവർ ആർബൈറ്റ്, ഐ ഗോ ടു വർക്ക്. ദ നെക്സ്റ്റ് വൺ ഇഷ് ഗേ ഇൻ ദെയിൻ പാർക്ക്, ഐ ഗോ ടു ദ പാർക്ക്. ഇഷ് ഗേ ഇൻ ദി അപ്പോത്തക്കെ മീൻസ് ഐ ഗോ ടു ദ ഫാർമസി. നെക്സ്റ്റ് ഇഷ് ഗേ സും ഡോക്ടർ, ഐ ഗോ ടു ദ ഡോക്ടർ. ഇഷ് ഗേ ഇൻ ദെയിൻ സൂപ്പർ മാർക്കറ്റ്, I go to the supermarket. Ich gehe auf die Post. I go to the post office. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വോഹിൻ എവിടേക്കാണെന്ന ക്വസ്റ്റ്യൻ വേർഡ് വരുമ്പോൾ അതിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ വിവിധ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വോഹിൻ എന്നതിനെക്കുറിച്ചും അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ അല്ലേ? അടുത്തതും നമ്മൾ വോഹിൻ വെച്ച് തന്നെയുള്ളൊരു എക്സാമ്പിൾ ആണ് നോക്കാൻ പോകുന്നത്. പക്ഷേ ചെറിയൊരു മാറ്റം. വോഹിൻ ഫെയർസ് ടു ദു, വേർ ആർ യു ഡ്രൈവിംഗ് ഓർ ട്രാവലിംഗ് ടു. ഈ ഒരു ക്വസ്റ്റ്യനിലെ ആൻസറുകളിൽ നമുക്ക് മൂവ്മെന്റ് കാണാൻ സാധിക്കും. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇഷ് ഫാറെ നാഖ് ഹൗസെ, ഐ ആം ഗോയിങ് ഹോം. ദ നെക്സ്റ്റ് ഇഷ് ഫാറെ ഇൻ ഐനെ സ്റ്റഡ്,
I am going to a city. The last one, ich fahre zu meinen Freunden, means I am going to my friend's place. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് വോഹർ മീൻസ് എവിടെ നിന്ന്. ഇതിനുള്ളൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് വോഹർ കോംസ് ടു ദു, വേർ ആർ യു കമ്മിങ് ഫ്രം. ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മൾ തുടങ്ങുന്നത് ഇഷ് കൊമ്മെ മീൻസ് ഐ ആം കമ്മിങ്. നമുക്ക് ഈ എക്സാമ്പിൾസ് കൂടി നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യൻ means I come from India. The next, ich komme aus der Schule. I am coming from school. The next, ich komme vom Supermarkt. I am coming from the supermarket. The next, ich komme auf dem Park. I am coming from the park. The next one, ich komme vom Arzt, means I am coming from the doctor. The next, ich komme aus meinem Zimmer. I am coming from my room. The last one, ich komme von meinen Freunden. I am coming my friend's place. അപ്പോൾ ഇങ്ങനെയുള്ള വോഹർ കോംസ് ടു ദു, വേർ ആർ യു കമ്മിങ് ഫ്രം എന്നൊരു ചോദ്യത്തിന് ഉത്തരമായി കൊടുക്കാൻ പറ്റുന്ന വിവിധ എക്സാമ്പിളുകളും സിറ്റുവേഷൻസുമാണ് നമ്മളിവിടെ നോക്കിയത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് വോ മീൻസ് വേർ ആർ യു, എവിടെയാണ്. ഇതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വോ ബിസ്റ്റ് ദു, വേർ ആർ യു. ഈ ചോദ്യത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനാണ്. ഈ ചോദ്യത്തിൽ നമ്മൾ മൂവ്മെന്റ് ഉദ്ദേശിക്കുന്നില്ല. ഇതിനുള്ള കുറച്ച് എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഇഷ് ബിൻ ഇൻ ദർ സ്റ്റഡ് മീൻസ് ഐ ആം ഇൻ ദ സിറ്റി. ദ നെക്സ്റ്റ്, ഇഷ് ബിൻ ഇൻ ഹൗസ്, ഐ ആം ഇൻ ദ ഹൗസ്. ദ നെക്സ്റ്റ്, ഇഷ് ബിൻ ഇൻ ദർ ഷൂളെ, ഐ ആം അറ്റ് സ്കൂൾ. The next, ich bin beim Arzt. I am at the doctor's. The next one, ich bin zu Hause. I am at home. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവ തമ്മിലുള്ള ഈ ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വോ മീൻസ് എവിടെയാണ്, വോഹിൻ മീൻസ് എവിടേക്ക്, വോഹർ മീൻസ് എവിടെ നിന്ന്. അപ്പോൾ ഇതിന് ഉത്തരം നൽകാൻ പല സിറ്റുവേഷൻസിലുള്ള എക്സാമ്പിൾസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. Okay, then keep practicing and learning. You will get better every day. And support me on this journey by liking, sharing and subscribing. Okay, bis bald. Tschüss.